ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കാവ് സ്പീക്സ് ബൈ കവി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈസ് ഇറ്റ് വർത്ത് ടു കമ്മിങ് ടു കാനഡ? അതാണ് ഇന്നത്തെ ടോപ്പിക്. കാരണം കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചായിരുന്നു, മെസ്സേജ് അയച്ചിട്ടൊക്കെ ഇങ്ങനെ ഓരോ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് പെർമിറ്റ് കിട്ടുമോ, PR കിട്ടുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഒരു വർഷം ഒരുപാട് ചേഞ്ചസ്, പുതിയ ഇമിഗ്രേഷൻ പോളിസികൾ വന്നിട്ടുണ്ട്, കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്, പിന്നെ സ്കോറുകളുടെ കാര്യത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാനഡയ്ക്ക് വരുന്നത് സ്റ്റുഡൻ്റ് ആയിട്ടാണെങ്കിലും വർക്ക് പെർമിറ്റ് ആയിട്ടാണെങ്കിലും PR ആയിട്ടാണെങ്കിലും വേർത്ത് ആണോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇന്നത്തെ ടോപ്പിക് അതാണ്. നമുക്ക് വീഡിയോക്ക് കടന്നാലോ. ഒരു 5-6 വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു കോവിഡിനൊക്കെ മുന്നേ, 2020 മുന്നേ വരുന്ന ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ നമ്മൾക്ക് ഇപ്പോഴുള്ള സിറ്റുവേഷനേക്കാളും ഭയങ്കര ഡിഫറെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വരുമ്പോ എന്ന് പറഞ്ഞാൽ അവർക്ക് അധികം കോമ്പറ്റീഷൻ ഇല്ല, അധികം സ്റ്റുഡന്റ് വിസയിൽ ആൾക്കാർ വരുന്നില്ല, പിന്നെ കുറച്ച് കോളേജസുകൾ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള PR കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെക്കാളും ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈവൻ എന്റെ ഹസ്ബൻഡ് പോലും 2017 വന്ന ആളാണ് ഇവിടെ. അപ്പൊ ആ സമയത്ത് അവർ വന്നതുകൊണ്ട് അപ്പോഴത്തെ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഒരു PR സ്കോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ PR കിട്ടാനൊക്കെ കുറച്ച് ഈസി ആയിരുന്നു. പക്ഷെ ഒരു 2020 ശേഷം ഈ ഒരു കാനഡിയൻ ഗവൺമെന്റ് ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരുന്നത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് വൺ ഓഫ് ദി റീസൺ എന്ന് പറഞ്ഞാൽ കോവിഡിന്റെ സമയത്തും പിന്നെ ആ ഒരു സമയത്ത് വാറൊക്കെ വന്നല്ലോ, ഉക്രൈൻ. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ ഒരു എക്കോണമി ഒരു താഴ്ന്നു നിൽക്കേണ്ട ഒരു സമയത്താണ് ആക്ച്വലി കാനഡ ഗവൺമെന്റ് സത്യം പറഞ്ഞാൽ നമ്മളെ ചൂഷണം ചെയ്യായിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്റ്റുഡൻസ് ഉള്ള ആൾക്കാരാണ്, ഇപ്പൊ ഫോറിൻ കൺട്രീസിലോട്ട് പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ആ ഒരു ചിന്ത മുതലെടുത്തുകൊണ്ട് ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഫോറിൻ മണി കിട്ടാനുള്ള ഒരു ഐഡിയയും കൂടിയാണ് അവർ ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അവരുടെ ഉണ്ടായിരുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ കോളേജസിന്റെ ഒക്കെ എണ്ണം അവർ ഡ്രാസ്റ്റിക്കലി കൂട്ടി. ഒരുപാട് കോഴ്സസ് പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒരുപാട് കോളേജസ് പുതിയത് വന്നു, കമ്മ്യൂണിറ്റി കോളേജ് കൂടെ പ്രൈവറ്റ് കോളേജസ് അങ്ങനെ എല്ലാം വന്ന് എല്ലാത്തിലോട്ടും നമ്മൾക്ക് അഡ്മിഷൻ തന്നു ഫോറിൻ സ്റ്റുഡൻസിന്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാല് ഒരു കുട്ടികളുടെ കയ്യിൽ നിന്ന് 30-40 ലക്ഷമൊക്കെയാണ് അവര് ഒരു സെമസ്റ്റർ ഫീ എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിക്കുന്നത്. അപ്പം ഈ കനേഡിയൻ കുട്ടികൾക്ക് ഉള്ള എമൗണ്ടിനേക്കാളും ഇരട്ടി പൈസയാണ് ഈ ഒരു ഫോറിൻ സ്റ്റുഡൻസിന്റെ ട്യൂഷൻ ഫീ ആയിട്ട് വാങ്ങിക്കണത്. അപ്പൊ ആ ഒരു പൈസ അവര് ഈച്ച് ആൻഡ് എവറി സ്റ്റുഡന്റിനെ അത്രയും വാങ്ങിച്ച്, അത്രയും എന്താ പറയാ, മില്യൺസ് ആൻഡ് ബില്യൺസ് ആണ് അവര് അങ്ങനത്തെ ഒരു ആക്ച്വലി ഒരു ബിസിനസ് പോലെയായിരുന്നു അങ്ങനെ അവർ വാങ്ങിച്ചത്. അങ്ങനെ അവരുടെ എക്കോണമി ഉയർന്നു, അതില്ലാന്ന് പറയുന്നില്ല. കാനഡയുടെ GDP-നൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോറിൻ മണി. പക്ഷെ ഒരു 2020 ശേഷം അത് കൂടി വന്നപ്പം ഈ ഒരു 2024 ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെയാണ് കൂടുതൽ നമുക്ക് ആ ഒരു പ്രശ്നം മനസ്സിലായി തുടങ്ങിയത്. 2023 വരെ എല്ലാം ഓക്കെ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്കൊക്കെ PR കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു 2024-2025 എത്തിയപ്പോൾ എന്താണ്ടായെന്ന് വെച്ചാൽ ആക്ച്വലി കനേഡിയൻ പൊളിറ്റിക്സും കൂടെ ഇതിൽ ഇൻവോൾവ് ആയി. ഒരുപാട് കുട്ടികൾ വന്നിട്ട് അവര് ഇവിടെ കുറച്ചും കൂടെ ക്രൗഡഡ് ആയി, പിന്നെ ഹെൽത്ത് കെയറിന് ബുദ്ധിമുട്ട് വന്നു, ആവശ്യത്തിന് ഡോക്ടേഴ്സിനെ കിട്ടുന്നില്ല, ഫാമിലി ഡോക്ടേഴ്സ് ഇല്ല, പിന്നെ ചികിത്സിക്കാൻ കുറെ നേരം വെയിറ്റിംഗ് ടൈം വരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ വന്നു. അതിന്റെ കൂടെ തന്നെ ഹൗസിങ് റെന്റ് ഭയങ്കരമായിട്ട് കൂടി ആ സമയത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വീട് കിട്ടാനില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പം അത് ചൂഷണം ചെയ്ത് ഒരുപാട് ആൾക്കാർ പൈസ കൂട്ടി. അങ്ങനെ റിയൽ എസ്റ്റേറ്റും ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ ഇവിടെ പിന്നെ അതിനനുസരിച്ച് നമ്മുടെ എല്ലാ പൈസയും കൂടിയപ്പോൾ ആൾക്കാർക്ക് അതിനുള്ള സാലറി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. ആ സമയത്ത് കനേഡിയൻസും കൂടെ ഇതിനെതിരെ വരാൻ തുടങ്ങി. അതിലെന്താണെന്ന് വെച്ചാൽ അറിയാലോ, ഈ സമയത്ത് ഇവിടെ നമുക്ക് ഉണ്ടായിരുന്ന പാർട്ടി, ലിബറൽ പാർട്ടിക്കെതിരെ ഒരുപാട് ആൾക്കാർ കുറെ അലിഗേഷൻസ് കൊണ്ടുവന്നു. വെച്ചാൽ നിങ്ങളാണ് ഇത്രയും ആൾക്കാരെ എങ്ങനെ കൊണ്ടുവന്നത് യാതൊരു കൺട്രോളും ഇല്ലാതെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചീത്തപ്പേര് മാറ്റാൻ വേണ്ടിയിട്ട് ലിബറൽ പാർട്ടി അവർക്ക് അടുത്ത ഇലക്ഷൻ ഈ വർഷം വരുന്നുണ്ടെന്ന് അറിയാലോ. അപ്പൊ അതിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇപ്പോൾ അത് ഒരുപാട് സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ട്രിക്റ്റ് ആവുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് അവര് PR സ്കോർ കൂട്ടി. CRS സ്കോർ അവർ മുന്നത്തെ വിളിച്ചിരുന്നതിനേക്കാളും വളരെ ഹൈ ആയിട്ട് 542-ലൊക്കെയാണ് വിളിക്കുന്നത്. അതുകൂടാതെ ഇപ്പം ആ ഒരു TR to PR പാത്വേ ഒന്നും ഇല്ല. അങ്ങനെയൊക്കെ വന്നപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ PR കിട്ടാൻ ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്നതിന്റെ എമൗണ്ട് നന്നായി കുറഞ്ഞു. അതുപോലെ നമ്മൾ ആക്ച്വലി എന്തിനാണ് ഇങ്ങോട്ട് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നിന്ന് നമ്മൾ നേരിട്ട് PR അപ്ലൈ ചെയ്യണേക്കാളും കുറച്ചും കൂടെ ഇവിടെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ ഇവിടത്തെ എക്സ്പീരിയൻസ് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്നുള്ള ഒരൊറ്റ മൈൻഡിലാണ് എല്ലാവരും ഇവിടെ വന്ന് പഠിക്കാൻ. കാരണം ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ സമയത്ത് നോക്കുമ്പോൾ. ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്, അങ്ങനെ PR കിട്ടിയ ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ വന്നതിൽ എത്ര പേർക്ക് കിട്ടി എന്നുള്ളതാണ് ഒരു നമുക്ക് നോക്കേണ്ട കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കിട്ടാതിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവർ ഇവിടെ വന്ന് ഇത്രയും എമൗണ്ട് കൊടുത്ത് വന്നിട്ട്
പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ആ ഒരു നമ്മൾ വിചാരിച്ച ലക്ഷ്യം കിട്ടാതെ തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു പ്രശ്നം തുടങ്ങിയത് 2020-ലാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോണത് ഈ ഒരു 2024 ഇപ്പൊ 2025-ലായിരിക്കും. അതിന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അത് എഫക്ട് വരാൻ പോണത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് പെട്ടെന്ന് അത്രയും കോഴ്സസ് അല്ലെങ്കിൽ കോളേജസ് വരണേ ഇവിടെ കുട്ടികളെ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്രയും കോഴ്സസ് ഒക്കെ എവിടെ നിന്നാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ഒരു നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു ഒരു ഫീൽഡിൽ നമുക്കൊരു ജോലി വേണം. ഇപ്പൊ ഞാൻ അതൊരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു കറി വെക്കുകയാണ്, ഇപ്പൊ ഒരു ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ ചിക്കൻ കറി വെക്കാൻ അറിയുന്ന ഒരാളെ മതി നമുക്ക് ആ ഒരു ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പൊ അതിനുള്ള ഒരു കോഴ്സ് ഉണ്ട്. ആക്ച്വലി ചിക്കൻ കറി വെക്കാനുള്ള ഒരു കോഴ്സ് ഉണ്ട്. പക്ഷെ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ചിക്കൻ കറിയിൽ മസാല ഇടാനുള്ള ഒരു കോഴ്സ് വേറെ, ഉപ്പിടാനുള്ള കോഴ്സ് വേറെ, ചിക്കൻ നന്നാക്കാനുള്ള കോഴ്സ് വേറെ, അങ്ങനെ പല പല കോഴ്സുകൾ, പുതിയ പുതിയ ചെറിയ ചെറിയ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഈ ഒരു പ്രൈവറ്റ് കോളേജസും നാട്ടിലെ നമ്മളെ ഏജൻസികളും ഒരുമിച്ച് ഒത്തുകളിച്ച്, അവർക്ക് കമ്മീഷൻ വേണമല്ലോ, എന്നാലല്ലേ അവർക്കും പൈസ കിട്ടുള്ളൂ. അപ്പൊ അവരും ഒത്തുകളിച്ചിട്ട് അവരെ സ്റ്റുഡൻസിനോട് പറഞ്ഞു, ഓക്കെ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ കറിന്റെ കാര്യത്തിൽ ജോലി കിട്ടും എന്ന് പറഞ്ഞ് പറ്റിച്ച് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് വർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു എന്താ പറയാ അതില് പഠിച്ച് എല്ലാം കഴിഞ്ഞ് ജോലിയുടെ ഫീൽഡിൽ ഇറങ്ങുമ്പോഴാണ് ആ സത്യം മനസ്സിലാവുന്നത്. ആക്ച്വലി ആ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരാളെ മതി അവർക്ക്. ഈ ഒരു ഉപ്പിട്ട ആളെയും മസാല ഇട്ട ആളെയും ചിക്കൻ നന്നാക്കിയ ആളെ അവർക്ക് ആവശ്യമില്ല. അത് ഭയങ്കര റെയറായിട്ടേ ആവശ്യമുള്ളൂ എന്നുള്ളത്. അങ്ങനെ പെട്ടുപോയിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇവര് ഈ ഒരു ഇമിഗ്രേഷൻ പോളിസി സ്ട്രിക്റ്റ് ആക്കിയപ്പോ ഈ വർഷം അവർ പറയുന്നത്, ഇപ്പം കനേഡിയൻ കോളേജസ് ഒറ്റയടിക്ക് ഒരുപാട് കോഴ്സസുകൾ നിർത്തിയിട്ടുണ്ട്. ഒരുപാട് ഫോറിൻ കുട്ടികൾ മാത്രം പഠിച്ചിരുന്ന കോഴ്സസുകൾ, എസ്പെഷ്യലി ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡ്, ബിസിനസ് ഫീൽഡ്, അങ്ങനത്തെ ഫീൽഡുകളിലത്തെ ഒരുപാട് കോഴ്സ് അവർ നിർത്തി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി കോളേജ് ഉണ്ടെങ്കിൽ അവർക്ക് വേറെ വേറെ സ്ഥലങ്ങളിൽ അവർ കുറെ ക്യാമ്പസുകളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കോഴ്സ് അക്കോമഡേറ്റ് ചെയ്യണമല്ലോ. പിന്നെ ഒരുപാട് ഓഫ്ലൈൻ ആയിട്ടൊക്കെ കോഴ്സ് നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ അങ്ങനത്തെ പല പല ക്യാമ്പസുകളും പൂട്ടി വരികയാണ്. ഈവൻ UFT ലൈക് യൂണിവേഴ്സിറ്റീസ് വരെ ഇങ്ങനത്തെ പുതിയ കോഴ്സസ് കൊണ്ടുവന്നത് അവർ നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും ഫോറിൻ സ്റ്റുഡൻസിനെ ഇപ്പൊ ഇവർ കൊണ്ടുവരുന്നത് കൺട്രോൾ ചെയ്തപ്പം അതിലോട്ട് വരാൻ ആളില്ല. എന്ന് വെച്ചാൽ കനേഡിയൻ കുട്ടികൾ ആരും ഈ ഒരു കോഴ്സ് പഠിക്കുന്നില്ല. എല്ലാം എയിം ചെയ്തിരുന്നത് ഫോറിൻ സ്റ്റുഡൻസിനാണ്. ലിറ്ററലി നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഈ ഇന്ത്യൻ സ്റ്റുഡൻസിനെ മൊത്തം അബ്യൂസ് ചെയ്ത് എന്താ പറയാ അവരുടെ ആ ഒരു ഇങ്ങോട്ട് പഠിക്കാൻ വരാനുള്ള ആഗ്രഹത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് എന്താ പറയാ മോശം കോഴ്സുകൾ ഇവിടെ കൊണ്ടുവന്ന് യാതൊരു ഓപ്പർച്യൂണിറ്റീസും ഇവിടെ ജോബിനോ PR-നോ ഇല്ലാത്തത് പഠിപ്പിച്ച് അവസാനം അവരുടെ നല്ല പൈസയും കിട്ടി, ഇനി അവരെ ആവശ്യമില്ല, ഇനി അവർ തിരിച്ചു പോക്കോട്ടെ എന്നുള്ള ഒരു സ്കീമാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അതിൽ ചൂഷണം ചെയ്യപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ നല്ലൊരു ജോലി, ഇവിടെ വേണ്ട സ്കിൽഡ് ജോലി പഠിച്ചവർക്ക് ആ ഒരു പ്രശ്നം വരില്ല. അവർക്ക് PR കിട്ടാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിൻ്റെതായിട്ടുള്ള പല പാത്വേസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ലാതെ ഇങ്ങോട്ട് വരാനുള്ള ഒരു എയിമിൽ അങ്ങനെ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ട് വന്ന് പെട്ടുപോയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവാൻ പോകുന്നതും എക്സ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. നമ്മുടെ മെയിൻ ടോപ്പിക് ഇത് വർത്ത് ആണോ എന്നുള്ളത്. ഇപ്പൊ അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി ഈ സ്റ്റുഡന്റ് വിസയിൽ ഇപ്പൊ വരുന്നത് വർത്ത് ആണോ? അത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ ഇങ്ങോട്ടേക്ക് കുറെ പേര് വരുന്നുണ്ടായിരുന്നു ഇത്രയും നാള്. പക്ഷെ ഇനി ഉള്ളവര് വരണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താന്ന് വെച്ചാല് ഇവിടത്തെ CRS സ്കോർ നല്ല കൂട്ടിയിട്ടുണ്ട് PR കിട്ടാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മളൊരു +2 കഴിഞ്ഞ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് നാട്ടിൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ല, അതുപോലെ തന്നെ നമ്മളവിടെ പഠിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ പോയിന്റ്സ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പഠിച്ചതും ഇവിടെ വർക്ക് ചെയ്തതും മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തലകുത്തി നിന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു സ്കോർ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഇവിടത്തെ വർക്കിംഗ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ ഒരു +2 കഴിഞ്ഞിട്ട് ഒരു UG എടുത്ത ആള് അല്ലെങ്കിൽ PG എടുത്ത ആളാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഗുണം വെച്ചാൽ നിങ്ങൾക്ക് നാട്ടിലെ ആ എക്സ്പീരിയൻസും കാണിക്കാൻ പറ്റും. അങ്ങനെ കാണിക്കാൻ പറ്റുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ്സ് കൂടും. അപ്പൊ നിങ്ങൾക്ക് PR-ൽ വെക്കാനുള്ള പോയിന്റ്സ് കൂടുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ +2 കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് സ്റ്റിൽ ഫോറിൻ കൺട്രീസിൽ പോകണം അല്ലെങ്കിൽ കാനഡയിൽ തന്നെ വരണം എന്നൊക്കെ ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ ഒരു കോഴ്സ് എടുക്കുക. അത് തന്നെ നല്ല കോഴ്സ് എടുക്കുക. നിങ്ങൾക്ക് ഒരു ഫോറിൻ കൺട്രീസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ UG PG കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുന്നത് നാട്ടിൽ നിന്ന് നേരിട്ട് PR അപ്ലൈ ചെയ്യുക, സ്റ്റുഡന്റ് അപ്ലൈ ചെയ്യാതെ. കാരണം സ്റ്റുഡന്റ് വിസയിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അത്രയും എമൗണ്ട് നിങ്ങൾ ചെലവാക്കണം. അത് തന്നെ എനിക്ക് പറയാനുള്ളത്.
ഇപ്പം ഒരു 30 ലക്ഷമൊക്കെ 40 ലക്ഷമൊക്കെയാണ് നിങ്ങൾക്ക് ചെലവാക്കേണ്ടി വരിക. അത് കൂടേ ഉള്ളൂ. കാരണം ഇവരിപ്പോ ട്യൂഷൻ ഫീസ് കൂടുതൽ കൂട്ടിയിട്ടുണ്ട്. പിന്നെ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സെമസ്റ്ററിന്റെ ഫീ മാത്രം നിങ്ങൾ അടച്ചാൽ മതിയായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ബാക്കി ഫീ അങ്ങനെ അടച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു പൈസ മൊത്തം വീട്ടിൽ നിന്ന് ചോദിക്കാതെ നിങ്ങളുടെ ചെലവിനും നിങ്ങളുടെ കോഴ്സിന്റെ ഫീ ഒക്കെ അടച്ചിട്ടുള്ളവരുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ജോലിക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കോവിഡിന്റെ സമയത്ത് അവര് ഫുൾ ടൈം 40 hours വർക്ക് ചെയ്യാമെന്നൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിരിച്ച് അവരിപ്പോ 20 hours തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വർക്കിംഗ് ഒരു പീരീഡ് നിങ്ങൾക്ക് കുറച്ച് ടൈമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ ചെലവ് കൂടി, റെന്റ് കൂടി, എക്സ്പെൻസസ് കൂടി, അതെല്ലാം കണക്കിലെടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിൾ ചെയ്യും. നിങ്ങൾ എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു ലോണൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ഹോപ്പ്, നിങ്ങൾ നാട്ടിലോട്ട് പൈസ അയക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ച് വരികയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പൊ ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇപ്പൊ വരാൻ നിൽക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് കൊണ്ടുവരിക മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ജോലി സെറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അടയ്ക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ വന്ന് PR കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഒരു നല്ല ജോലി കിട്ടി അത് കഴിഞ്ഞ് വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ റിസ്ക് എടുക്കരുത്. ഇപ്പൊ വീട്ടില് നിങ്ങൾക്ക് അത്രയും പ്രശ്നമൊന്നുമില്ല, 30 ലക്ഷം എടുത്താലും കുഴപ്പമില്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കൺട്രിയിൽ വന്ന് ട്രൈ ചെയ്യാം. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റെഡി ആവുന്നുണ്ടോന്ന്. അങ്ങനെ റെഡി ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവിടെ നിൽക്കാം. ഇനി എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ബാധ്യതയ്ക്ക് ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് പഠിച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. നിങ്ങൾക്ക് PR നേരിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് അപ്ലൈ ചെയ്തിട്ട് ഇവിടുത്തെ PR കിട്ടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിലെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു 30-40 ലക്ഷം രൂപ ചെലവാക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, നിങ്ങൾ പഠിച്ച ആ ഒരു ഫീൽഡ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് ആ ഫീൽഡിൽ തന്നെ ജോലി ചെയ്ത് നിങ്ങൾക്ക് സെറ്റിൽ ആവാനും എളുപ്പമാണ്, ഫാമിലിനെ കൊണ്ടുവരാനൊക്കെ. പിന്നെ അതിൽ ഒരു ക്ലോസ് എന്താണെന്ന് വെച്ചാൽ, ഈ വർഷത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു PR അവരിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി കാനഡയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അതിൽ PR കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുണ്ട്. അപ്പൊ അവർ പറയുന്നത് ഇപ്പോ പുറത്തുനിന്നുള്ള ആളുകൾക്ക് PR കൊടുക്കല് കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് ഇവിടെ ഉള്ളവരെ, ഇവിടെ ഓൾറെഡി ഇവർ അക്കോമഡേറ്റ് ആയല്ലോ ഈ ഒരു കൺട്രിയിൽ, അപ്പൊ ഇവർക്ക് കൂടുതൽ കൊടുക്കാം എന്നുള്ള ഒരു തോട്ട്സിലാണ് ഇപ്പൊ കനേഡിയൻ ഗവൺമെന്റ് നിൽക്കുന്നത്. അപ്പോൾ പണ്ട് 100% നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഒരു PR വെച്ചാൽ ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതൊരു 80% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ യു ഹാവ് എ ചാൻസ്. പിന്നെ എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിലൊക്കെ വരുമ്പോൾ ഞാൻ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഡ്രൈവറായിട്ട് വന്ന ഇവിടെ ചാൻസ് ഉണ്ടോ, ആപ്പിൾ പറിക്കാൻ വന്ന ചാൻസ് ഉണ്ടോ എന്നൊക്കെ. അത് നമുക്കിപ്പോ തമാശയായിട്ട് തോന്നും, പക്ഷെ കുറെ പേര് ഏജൻസികൾ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. സ്റ്റിൽ ഞാൻ പറയാം, സ്റ്റുഡൻസിനെ ഏജൻസിക്കാര് ഇവിടെ വന്നിട്ട് എന്താ പറയാ, പശുവിന്റെ പാല് കറന്നിട്ടായാലും നിങ്ങൾക്ക് ഡോളേഴ്സ് ആൻഡ് ഡോളേഴ്സ് കിട്ടും, അത് വെച്ച് നിങ്ങൾക്ക് പൈസ അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നിട്ടുള്ള ഒരുപാട്, ഞാൻ നോണയല്ല പറയുന്നത്, ഇങ്ങനത്തെ ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോൾ പലരും പറയുന്ന കാര്യമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇതെല്ലാം പച്ചക്കള്ളാണ്. അങ്ങനെയൊന്നും ഇവിടെ വന്ന് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു കൺട്രിയിൽ വരുമ്പോ ഇവിടത്തേതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു ജോലി കിട്ടാന്ന് പറഞ്ഞാൽ മുന്നത്തെക്കാളും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം വരാൻ. ഇവിടെ വന്ന് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ പറ്റും ഒറ്റയടിക്ക്, നിങ്ങൾ സ്റ്റുഡന്റ് ലൈഫ് ആകുമ്പോൾ തന്നെ നാട്ടിൽ പൈസ അയച്ച് നിങ്ങൾക്ക് കുടുംബം നോക്കാൻ പറ്റുന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ റൂൾസ് മാറ്റിയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സ്റ്റുഡന്റ് വിസ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെയും വർക്ക് ചെയ്യാൻ അവിടെ കൊണ്ടുവരാൻ പറ്റും, അവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടും. അതല്ലാത്ത സിറ്റുവേഷൻ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ എല്ലാ കോളേജസിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പൈസ സമ്പാദിക്കാനൊന്നും നടക്കില്ല. അപ്പോൾ അതെല്ലാം ചിന്തിക്കുക നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും കോളേജ് സെലക്ട് ചെയ്യുമ്പോഴും. അതല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, എന്ത് തീരുമാനം എടുക്കുമ്പോഴും റിസർച്ച് അത് ചെയ്തിട്ട് മാത്രം വരിക. കാരണം നിങ്ങൾ റിസർച്ച് ചെയ്യാതെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് റിയാലിറ്റി മനസ്സിലാക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് നിങ്ങൾ നാട്ടിൽ നിന്ന് ആ റിയാലിറ്റി മനസ്സിലാക്കി നിങ്ങൾ ഒരു കോഷ്യസ് ആയിട്ട് ആ സ്റ്റെപ്പ് എടുക്കുന്നത്. കാരണം ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, കാനഡയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇല്ലാന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവർക്ക് വേണ്ട സ്കിൽഡ് ജോബ് അല്ലെങ്കിൽ സ്കിൽഡ് ഫീൽഡിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ കാനഡ നിങ്ങളെ 2 കൈ നീട്ടി സ്വീകരിക്കും. നിങ്ങൾക്ക് നല്ല സാലറിയും കിട്ടും, നല്ലൊരു ഫാമിലി ലൈഫും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പക്ഷെ അതല്ല, നിങ്ങൾ എന്തെങ്കിലും കോഴ്സ്, ഇപ്പം ഞാൻ തന്നെ ഇവിടെ പലരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഇവർ പഠിപ്പിക്കുന്നത് ഈ ബിസിനസ് മാനേജ്മെന്റ്, പ്രൊജക്ട് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളാണ്. അതിനുള്ള അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല, അതൊക്കെ ഓവർ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒക്കെ കോഴ്സ് എടുക്കുന്നതിന് മുന്നേ 10 തവണ ആലോചിക്കുക. ഇങ്ങോട്ട് വെറുതെ വന്നാൽ മതി വന്നിട്ട് PR ആക്കാം എന്നുള്ളത് ഇപ്പോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതല്ലാതെ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായി ചിന്തിച്ച ഒരു കോഴ്സ് എടുത്ത് വരികയാണെങ്കിൽ സ്റ്റിൽ അത് വേർത്ത് ആണ്. പക്ഷെ ഒരു +2 കഴിഞ്ഞ് വരുന്ന ആളാണെങ്കിൽ അത് വേർത്ത് അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ പൈസ കുറെ കളഞ്ഞ് എനിക്ക് ഇതൊക്കെ ഇത്രയും കടത്തിലാണ് ഞാൻ വരണേന്ന് പറഞ്ഞാൽ അതും ഒരു വേർത്ത് അല്ല. കാരണം
കാനഡ പോലെ തന്നെ ഒരുപാട് കൺട്രീസ് ഇപ്പൊ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ പുറത്ത് കുറെ കൺട്രീസിൽ ഇപ്പൊ എനിക്കറിയാം UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഒക്കെയാണ് ഇപ്പൊ നമ്മൾ കൂടുതൽ പഠിക്കാൻ പോണ കൺട്രീസ്, കുട്ടികൾ സ്റ്റുഡൻസ് ആയിട്ട് പോകുന്നത്. പക്ഷെ ഇപ്പൊ അതല്ലാതെ പല കൺട്രീസും ഇങ്ങനെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തുതരാം, ഏതൊക്കെ കൺട്രീസ് ആണ് ഇപ്പോൾ വീണ്ടും ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ പുതിയ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ഓപ്പൺ ആവും. പിന്നെ എന്താ വെച്ചാൽ കാനഡയിൽ തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വേറെ കൺട്രീസിൽ പഠിച്ചിട്ടായാലും അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്തിട്ടായാലും അവിടുത്തെ വർക്ക് എക്സ്പീരിയൻസ് കാണിച്ചിട്ടായാലും നിങ്ങൾക്ക് ഇവിടേക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതും നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. ഇവിടെ കിട്ടിയില്ലെങ്കിലും ഒരു 10 വാതിൽ, ഒരു വാതിൽ തുറന്നില്ലെങ്കിൽ 10 വാതിൽ തുറക്കും. അപ്പൊ അങ്ങനത്തെ വാതിൽ തുറക്കും. അപ്പോൾ വർത്ത് ഇറ്റ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക. എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഒരു PR ആയി വരികയാണ് അല്ലെങ്കിൽ നല്ലൊരു ജോലിയായിട്ട് വരികയാണ് എങ്കിൽ ടോട്ടലി ഇത് വർത്ത് ഇറ്റ് ആണ്. അതല്ലാതെ ഒരു ഒരു ചെറിയൊരു കോഴ്സ് പഠിച്ചാൽ മതി എന്ന രീതിയിൽ വരികയാണെങ്കിൽ ഒരിക്കലും അത് വർത്ത് ഇറ്റ് അല്ല. അപ്പൊ ഇത്രയാണ് എന്റെ സജഷൻസ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കാരണങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയൂ കമന്റ് ബോക്സിൽ. എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും ഇതിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എഴുതാം. ഇനി എന്തെങ്കിലും സജഷൻസ് പുതിയ വീഡിയോസിന് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എഴുതാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. ശരി.